ബേസിൽ ജോസഫ് നസ്രിയ കോംബോയിൽ വന്ന സൂക്ഷ്മദർശിനി എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് റിവ്യൂസാണ് വന്നത്. ഇപ്പോൾ സിനിമയുടെ കേരള FT കളക്ഷനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റും വന്നിട്ടുണ്ട്. സിനിമയുടെ എസ്റ്റിമേറ്റഡ് കേരള FT കളക്ഷൻ എന്നത് 1.5 കോടിയോളം രൂപയാണ്. എന്തായാലും ആദ്യ ദിവസം സിനിമയ്ക്ക് മികച്ചൊരു തുടക്കം തന്നെയാണ് ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ സാധിച്ചത്. ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്നലെ റിലീസ് ചെയ്തു. സോങ് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതിന് കാരണം ദബ്സിയുടെ വോയിസാണ്. ദബ്സിയുടെ വോയിസ് കാരണം സോങ്ങിനൊരു ഇമ്പാക്റ്റ് ഇല്ലാതായിപ്പോയി. എന്നിരുന്നാലും ഈ ഒരു സോങ്ങിൽ വരുന്ന ഇംഗ്ലീഷ് ലൈനും രവി ബസറിൻ്റെ മ്യൂസിക്കൊക്കെ കിടിലനായിട്ടുണ്ട്. ഡിസംബർ 20-നാണ് മാർക്കോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആസിഫ് അലി, അമല പോൾ, ഷർഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ലെവൽ ക്രോസ് എന്ന സിനിമ ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്നലെയും ഇന്നുമായിട്ട് സ്ക്രീനിങ് നടത്തിയിട്ടുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വരാൻ പോകുന്ന നിവിൻ പോളിയുടെ ഫാർമ സീരീസിൻ്റെ ഒരു സിനോപ്സിസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. 55ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഫാർമ വെബ് സീരീസ് പ്രീമിയർ ചെയ്യുന്നുണ്ട്. പുറത്തു വന്ന ഫാർമ സീരീസിൻ്റെ സിനോപ്സിസ് ഒന്ന് നമുക്ക് നോക്കാം. ഫാർമയിൽ ചേരുന്ന ഒരു മിഡിൽ ക്ലാസ് ആൺകുട്ടിയുടെ സ്ട്രഗിൾസ് പിന്തുടരുന്നു. 20കളിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി. അവൻ്റെ സ്ട്രഗിളുകളെല്ലാം കളിയുടെ നിയമങ്ങൾ മനസ്സിലാക്കാനായിരുന്നു. തൻ്റെ 30കളിൽ റാങ്കുകളിലൂടെ വളർന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ വിധി ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിൻ്റെ അഴിമതിക്കെതിരായ കുരിശു യുദ്ധക്കാരനായ ഡോക്ടർ രാജീവ് റാവുമായി ചേർന്നു. അത് മറ്റു ചിലരുടെ ജീവിതത്തെയും എങ്ങനെ മാറ്റിമറിക്കുന്നു. ജനറിക് മരുന്നുകളുടെ ലഭ്യതയിലൂടെ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കാനാണ് അവരുടെ സ്ട്രഗിളുകളെല്ലാം. എന്തായാലും ഫാർമ സീരീസിൻ്റെ OTT റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.